ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2023 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത തമിഴ് സിനിമാ താരം വിജയകാന്ത് സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്താണ്? മുർപോക്ക് ദ്രാവിഡ കഴകം, DMDK. 2023 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത തമിഴ് സിനിമാ താരം വിജയകാന്ത് സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് മുർപോക്ക് ദ്രാവിഡ കഴകം, DMDK. ക്യാപ്റ്റൻ എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടത് വിജയകാന്താണ്. 1979 റിലീസായ ഇനിക്കും ഇളമയാണ് വിജയകാന്തിന്റെ ആദ്യ ചിത്രം. 2011-16 വരെ തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവായിരുന്നു വിജയകാന്ത്. നാരായണൻ വിജയകാന്ത് അളഗർ സ്വാമി എന്നാണ് വിജയകാന്തിന്റെ യഥാർത്ഥ പേര്. വില്ലുപുരം ജില്ലയിലെ ഉലുന്തുർപേട്ടൈ നിയോജക മണ്ഡലത്തിലെ MLA ആയിരുന്നു വിജയകാന്ത്. 2023 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത നാടകകൃത്തും സംവിധായകനുമായ വ്യക്തി ആരാണ്? പ്രശാന്ത് നാരായണൻ. 2023 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത നാടകകൃത്തും സംവിധായകനുമായ വ്യക്തിയാണ് പ്രശാന്ത് നാരായണൻ. 2008 മോഹൻലാലും മുകേഷും ചേർന്ന് അവതരിപ്പിച്ച ഛായാമുഖി എന്ന നാടകം എഴുതി സംവിധാനം ചെയ്തത് പ്രശാന്ത് നാരായണനാണ്. ഏത് അസുഖബാധിതർക്ക് പരീക്ഷാ ഹാളിൽ പ്രത്യേക പരിഗണന നൽകുവാനാണ് PSC തീരുമാനിച്ചിട്ടുള്ളത്? ടൈപ്പ് 1 പ്രമേഹമുള്ളവർക്ക്. ടൈപ്പ് 1 പ്രമേഹമുള്ളവർക്ക് പരീക്ഷാ ഹാളിൽ പ്രത്യേക പരിഗണന നൽകുവാനാണ് PSC തീരുമാനിച്ചിട്ടുള്ളത്. ഇവർക്ക് അസുഖവുമായി ബന്ധപ്പെട്ട മരുന്നുകൾ, ഇൻസുലിൻ, സിറിഞ്ച്, വെള്ളം എന്നിവ ഹാളിൽ കൊണ്ടുപോകാൻ അനുവാദം നൽകും. ഇന്ത്യയിൽ പൗരത്വം ഉപേക്ഷിക്കുന്നവരിൽ മുന്നിലുള്ളത് ഏത് സംസ്ഥാനത്ത് നിന്നുള്ളവരാണ്? ഡൽഹി. ഡൽഹിയിൽ നിന്നുള്ളവരാണ് ഇന്ത്യയിൽ പൗരത്വം ഉപേക്ഷിക്കുന്നവരിൽ മുന്നിലുള്ള സംസ്ഥാനക്കാർ. പഞ്ചാബും ഗുജറാത്തുമാണ് 2ഉം 3ഉം സ്ഥാനങ്ങളിൽ. ഏറ്റവും കുറവ് ആളുകൾ പൗരത്വം ഉപേക്ഷിച്ചത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ നിന്നാണ്. പഴയ നിയമസഭാ മന്ദിരത്തിൽ ഡിസംബർ 26, 27, 28 തീയതികളിൽ കുട്ടികളുടെ ബാല പാർലമെന്റ് സംഘടിപ്പിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? കുടുംബശ്രീ മിഷൻ. കേരള കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിലാണ് പഴയ നിയമസഭാ മന്ദിരത്തിൽ ഡിസംബർ 26, 27, 28 തീയതികളിൽ കുട്ടികളുടെ ബാല പാർലമെന്റ് സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തെ വനം വികസന ഏജൻസികളിലും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വിജിലൻസ് നടത്തിയ പരിശോധനയ്ക്ക് നൽകിയ പേരെന്താണ്? ഓപ്പറേഷൻ ജംഗിൾ സഫാരി. സംസ്ഥാനത്തെ വനം വികസന ഏജൻസികളിലും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വിജിലൻസ് നടത്തിയ പരിശോധനയ്ക്ക് നൽകിയ പേരാണ് ഓപ്പറേഷൻ ജംഗിൾ സഫാരി. കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള സംസ്ഥാനം ഏതാണ്? സിക്കിം. സിക്കിം സംസ്ഥാനമാണ് കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള സംസ്ഥാനം. കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ്. കേരളത്തിൽ ക്യാൻസർ രോഗികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വനിതാ സംരംഭകത്വ പദ്ധതിയുടെ പേരെന്താണ്? വി മിഷൻ. വി മിഷൻ എന്ന വനിതാ സംരംഭകത്വ പദ്ധതിയാണ് കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വനിതാ സംരംഭകത്വ പദ്ധതി. കേരളത്തിൽ
കുട്ടനാട്ടിലും വേമ്പനാട്ടുകായലിലും കണ്ടെത്തിയത് ഏത് കാർബൺ നിക്ഷേപമാണ്? ബ്ലൂ കാർബൺ. ബ്ലൂ കാർബണിന്റെ നിക്ഷേപമാണ് കേരളത്തിൽ കുട്ടനാട്ടിലും വേമ്പനാട്ടുകായലിലും കണ്ടെത്തിയത്. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നതാണ് ബ്ലൂ കാർബൺ. അധ്യാപക അനധ്യാപക ജീവനക്കാർക്ക് ഭഗവത്ഗീതയിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് നിർബന്ധമാക്കിയത് ഏത് സർവകലാശാലയാണ്? ഡൽഹി സർവകലാശാല. ഡൽഹി സർവകലാശാലയാണ് അധ്യാപക അനധ്യാപക ജീവനക്കാർക്ക് ഭഗവത്ഗീതയിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് നിർബന്ധമാക്കിയ സർവകലാശാല. 2023 ഡിസംബറിൽ വിവിധ കേന്ദ്ര സേനകളുടെ മേധാവികളായി നിയമിക്കപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്? ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ മേധാവിയായി നിയമിക്കപ്പെട്ടത് രാഹുൽ രസ്ഗോത്രയാണ്. CRPF ഡയറക്ടർ ജനറലായി നിയമിച്ചത് അനീഷ് ദയാൽ സിംഗിനെയാണ്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ മേധാവിയായി നിയമിച്ചത് നീന സിംഗിനെയാണ്. 2023 ഡിസംബറിൽ വിവിധ കേന്ദ്ര സേനകളുടെ മേധാവികളായി നിയമിക്കപ്പെട്ട വ്യക്തികളാണ്: ഒന്ന്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ മേധാവിയായി രാഹുൽ രസ്ഗോത്രയെയും CRPF സെൻട്രൽ ഡയറക്ടർ ജനറലായി അനീഷ് ദയാൽ സിംഗിനെയും സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് മേധാവിയായി നീന സിംഗിനെയുമാണ് നിയമിച്ചത്. കേരളത്തിൽ നടന്ന വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. കേരളത്തിൽ നടന്ന വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് ആഘോഷ പരിപാടികൾ നടന്നത്. തമിഴ്നാട്ടിലെ പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവായ പെരിയാർ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് 2 തവണ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ജപ്പാനിലെ കോയാസൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓണററി ഡോക്ടറേറ്റ് ലഭിച്ച ഇന്ത്യൻ രാഷ്ട്രീയ നേതാവ് ആരാണ്? ദേവേന്ദ്ര ഫഡ്നാവിസ്. ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ് ജപ്പാനിലെ കോയാസൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓണററി ഡോക്ടറേറ്റ് ലഭിച്ച ഇന്ത്യൻ രാഷ്ട്രീയ നേതാവ്. നിലവിൽ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയാണ് ദേവേന്ദ്ര ഫഡ്നാവിസ്. അയോധ്യയിൽ ജനുവരി 22 പ്രതിഷ്ഠ നടക്കുന്ന രാമക്ഷേത്രത്തിന്റെ മുഖ്യ കവാടത്തിന്റെ പേരെന്താണ്? സിംഗ് ദ്വാർ. അയോധ്യയിൽ ജനുവരി 22 പ്രതിഷ്ഠ നടക്കുന്ന രാമക്ഷേത്രത്തിന്റെ മുഖ്യ കവാടത്തിന്റെ പേരാണ് സിംഗ് ദ്വാർ കവാടം. സിംഗ് ദ്വാർ കവാടം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്ര മോഡിയാണ്. കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ പുതിയ ചെയർമാനായി നിയമിതനാകുന്ന വ്യക്തി ആരാണ്? CS രാജൻ. CS രാജനാണ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ പുതിയ ചെയർമാനായി നിയമിതനാകുന്ന വ്യക്തി. ഏതൊക്കെ ബാങ്കുകളുടെ ലയനത്തിനാണ് റിസർവ് ബാങ്ക് 2023 ഡിസംബറിൽ അനുമതി നൽകിയത്? IDFC ബാങ്കും IDFC ഫസ്റ്റ് ബാങ്കും. ഏതൊക്കെ ബാങ്കുകളുടെ നിയമനത്തിനാണ് റിസർവ് ബാങ്ക് 2023 ഡിസംബറിൽ അനുമതി നൽകിയത്? IDFC ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്. 3D പ്രിന്റിംഗ് വഴി മുഖഭാഗങ്ങൾ മാറ്റിവയ്ക്കാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ച സ്ഥാപനം ഏതാണ്? IIT മദ്രാസ്. IIT മദ്രാസ് ആണ് 3D പ്രിന്റിംഗ് വഴി മുഖഭാഗങ്ങൾ മാറ്റിവയ്ക്കാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ച സ്ഥാപനം. പുതുതായി ബ്രാൻഡ് മ്യൂസിക് അവതരിപ്പിച്ച ഇന്ത്യൻ വിമാന കമ്പനി ഏതാണ്? എയർ ഇന്ത്യ എക്സ്പ്രസ്. എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് പുതുതായി ബ്രാൻഡ് മ്യൂസിക് അവതരിപ്പിച്ച ഇന്ത്യൻ വിമാന കമ്പനി. കരുണ, അത്ഭുതം, വീര്യം എന്നീ ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതത്തിലെ 3 രസങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് ഈ ബ്രാൻഡ് മ്യൂസിക്.
ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ 150ാമത് ജന്മവാർഷികമാണ് 2023 ഡിസംബർ 28 ആഘോഷിച്ചത്? വക്കം അബ്ദുൾ ഖാദർ മൗലവി. പ്രശസ്ത സ്വാതന്ത്ര്യ സമര സേനാനിയായ വക്കം അബ്ദുൾ ഖാദർ മൗലവിയുടെ 150ാമത് ജന്മവാർഷികമാണ് 2023 ഡിസംബർ 28 ആഘോഷിച്ചത്. ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടിയ സ്വദേശാഭിമാനി പത്രത്തിന്റെ ഉടമയായിരുന്നു വക്കം അബ്ദുൾ ഖാദർ. മുസ്ലിം മാസിക, അൽ ഇസ്ലാം മാസിക, ദീപിക എന്നിവയും വക്കം അബ്ദുൾ ഖാദർ മൗലവി ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങളാണ്. ഡോക്ടർ NS ഹർദികർ 1923 ഡിസംബർ 28 ആരംഭിച്ച ഏത് ദേശീയ പ്രസ്ഥാനത്തിന്റെ 100ാമത് വാർഷികമാണ് 2023 ആഘോഷിക്കുന്നത്? സേവാദൾ. ഡോക്ടർ NS ഹർദികർ 1923 ഡിസംബർ 28 ആരംഭിച്ച സേവാദൾ എന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ 100ാമത് വാർഷികമാണ് 2023 ആഘോഷിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 138ാമത് സ്ഥാപക ദിനവും 2023 ഡിസംബർ 28 സേവാദളിന്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. സരോജിനി നായിഡുവാണ് ഹിന്ദുസ്ഥാനി സേവാദൾ എന്ന പേര് നിർദ്ദേശിച്ചത്. KSRTC ബസ്സുകൾ എവിടെ എത്തി എന്ന് യാത്രക്കാർക്ക് അറിയുന്നതിനായി KSRTC തയ്യാറാക്കിയ പുതിയ ആപ്പിന്റെ പേരെന്താണ്? ചലോ ആപ്പ്. KSRTC ബസ്സുകൾ എവിടെ എത്തി എന്ന് യാത്രക്കാർക്ക് അറിയുന്നതിനായി KSRTC തയ്യാറാക്കിയ പുതിയ ആപ്പിന്റെ പേരാണ് ചലോ ആപ്പ്. ഡിജിറ്റലായി പണം നൽകി ടിക്കറ്റ് എടുക്കുവാനുള്ള സംവിധാനവും ചലോ ആപ്പിലുണ്ട്. കേരളത്തിൽ ആദ്യമായി തുടക്കം കുറിക്കുന്ന ഹെലി ടൂറിസം പദ്ധതിയുടെ ആദ്യ സർവീസിന് തുടക്കം കുറിക്കുന്നത് എവിടെ വെച്ചാണ്? നെടുമ്പാശ്ശേരി വിമാനത്താവളം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ചാണ് കേരളത്തിൽ ആദ്യമായി തുടക്കം കുറിക്കുന്ന ഹെലി ടൂറിസം പദ്ധതിയുടെ ആദ്യ സർവീസിന് തുടക്കം കുറിക്കുന്നത്. ഡിസംബർ 30 തുടക്കം കുറിക്കുന്ന ഹെലി ടൂറിസം പദ്ധതി ആദ്യഘട്ടത്തിൽ ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിലെ 11 ടൂറിസം കേന്ദ്രങ്ങളാണ് കവർ ചെയ്യുന്നത്. ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് ആണ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുക. 2024 ജനുവരി 21 നടക്കുന്ന 19ാമത് മുംബൈ മാരത്തണിന്റെ അംബാസഡറായി നിയമിതനായ കായിക താരം ആരാണ്? കാറ്റി മൂൺ. കാറ്റി മൂൺ ആണ് 2024 ജനുവരി 21 നടക്കുന്ന 19ാമത് മുംബൈ മാരത്തണിന്റെ അംബാസഡറായി നിയമിതയായ കായിക താരം. അമേരിക്കയുടെ പോൾ വോൾട്ട് താരമാണ് കാറ്റി മൂൺ. അന്താരാഷ്ട്ര മാധ്യമമായ ദി ന്യൂയോർക്ക് ടൈംസ് മലയാളത്തിലെ ഏത് സിനിമയെക്കുറിച്ചാണ് ലേഖനം എഴുതിയത്? കാതൽ ദി കോർ. മലയാള സിനിമയായ കാതൽ ദി കോർ എന്ന ചിത്രത്തെക്കുറിച്ചാണ് അന്താരാഷ്ട്ര മാധ്യമമായ ദി ന്യൂയോർക്ക് ടൈംസ് ലേഖനം എഴുതിയത്. മമ്മൂട്ടിയും ജ്യോതികയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രമാണ് കാതൽ ദി കോർ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.